ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമായി. ഞായറാഴ്ച രാത്രി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനിയിൽ നിന്ന് സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര ആരംഭിച്ച് മെയിൻ റോഡ് സെന്ററിലെത്തി തിരിച്ച് സ്റ്റേഡിയത്തിലെത്തി സമാപിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അക്കാദമി താരങ്ങളും CSA ഭാരവാഹികളും വിളംബര റാലിയിൽ അണിനിരന്നു. ചാലിശ്ശേരി കുടുംബശ്രീ CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയും ഉണ്ടായി. ടൂർണമെന്റ് ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ പൂത്തിരി കത്തിച്ച് മൈതാനത്തേക്ക് സ്വീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ U ഷറഫലി ടൂർണമെന്റ് കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. U ഷറഫലി, കൺവീനർ MM അഹമ്മദുണ്ണി, SFA പാലക്കാട് ജില്ലാ സെക്രട്ടറി വാഹിദ് കൂപ്പൂത്ത് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വേങ്ങാട്ടൂർ മന നാരായണൻ നമ്പൂതിരിപ്പാട്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ, ഫുഡ്ബുക്ക് കബീർ, ഇസ ഗോൾഡ് ഉടമ മിൻഷാദ്, IBS സ്കൂൾ ഓഫ് കോമേഴ്സ് മാനേജർ റഹീമാനക്കര, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ താരങ്ങൾക്ക് കളിച്ചു വളരാൻ അവസരം തന്ന പ്രദേശമാണ് ചാലിശ്ശേരി. കോളേജിൽ പഠിക്കുന്ന കാലത്തും പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ തന്നെ വിവിധ സെവൻസ് ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരം കിട്ടിയ എനിക്ക് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന ചാലിശ്ശേരിക്കാർ നിരവധി ഫുട്ബോൾ താരങ്ങൾ വളർത്തിയെടുക്കുന്നതിന് മുൻപന്തിയിൽ പ്രദേശത്ത് ഇനിയും കേരളത്തിനും രാജ്യത്തിനും അഭിമാനം. കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ സ്വാഗതവും TA രണദിവെ നന്ദിയും പറഞ്ഞു. വിശിഷ്ടാതിഥികൾ ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി. ഉദ്ഘാടന മത്സരത്തിൽ ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും KMG മാവൂരും തമ്മിൽ അവസാന സമയം വരെ 1-1 സമനില പാലിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3 ഗോളിനെതിരെ 5 ഗോളുകൾക്ക് ശാസ്ത്ര മെഡിക്കൽസ് വിജയിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ വനിതകൾക്ക് സൗജന്യ പ്രവേശനം ഉള്ളതിനാൽ കാൽപന്ത് കളി കാണുവാൻ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. തിങ്കളാഴ്ച രാത്രി മത്സരത്തിൽ അൽമദീന ചെർപ്പുളശ്ശേരിയും FC തെന്നലയും തമ്മിൽ ഏറ്റുമുട്ടും.